സർ, പെട്ടെന്നൊരു ദിവസമാണ് കോക്രോച്ച് പാർട്ടി CJP ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നത്. പക്ഷേ വെറും ഒരു ജസ്റ്റിസിന്റെ വാക്കുകൾ കൊണ്ട് മാത്രം ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ആയി രൂപാന്തരപ്പെടാനുള്ള രൂപത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരു സംവിധാനത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് ഹിന്ദു വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരും ഒന്നിച്ചു കൈകോർത്തത് കൊണ്ടല്ലേ കോക്രോച്ച് പാർട്ടി അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന പാർട്ടി ഇത്രയേറെ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന ചോദ്യം ശക്തമാണ്. യഥാർത്ഥത്തിൽ CJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ പാറ്റ കരണ്ട് തിന്നുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ അല്ലാതെ രാജ്യത്തിനകത്ത് നടക്കുന്നു എന്നവർ പറയുന്ന അഴിമതിയെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന തെറ്റുകളെയോ ആണെന്ന് കരുതാൻ സാധിക്കില്ലല്ലോ. ഇതൊരു ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഡെമോക്രസിയിൽ ഉള്ള ഒരു ആദ്യത്തെ സംഭവമാണ് പാറ്റ പാർട്ടി. ഇതിനു മുമ്പ് ഇതുപോലത്തെ പാർട്ടികളൊന്നും ലോകത്തൊരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പല വിപ്ലവങ്ങളും ഭരണം പോവുകയും വരികയും നിയന്ത്രിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ 12 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയും BJPയെയും ഭാരതമാതാവിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, നിരാശരായ ശക്തികൾ, പരാജയപ്പെട്ട ശക്തികൾ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുള്ള ഒരു നശീകരണ പ്രസ്ഥാനമാണ് പാറ്റ പാർട്ടി. അപ്പം നമുക്കറിയാം, പാറ്റ എന്ന് പറയുന്ന ആ ടെർമിനോളജിയുടെ അർത്ഥം എന്ന് പറയുന്നത് പാറ്റ എല്ലാം കറണ്ടാണ് തിന്നുന്നത്. അപ്പൊ അത് നമ്മുടെ അലമാരിയിലോ അല്ലെങ്കിൽ കബോർഡിലോ എവിടെയെങ്കിലും ഒക്കെ കയറി അവിടെയുള്ള പുസ്തകങ്ങൾ, ബുക്കുകൾ, ഡ്രസ്സ്, മറ്റ് മെറ്റീരിയൽസ് അതെല്ലാം കറണ്ട് നശിപ്പിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഇല്ലെങ്കിലും അതിന്റെ ഒരു ജോലി അതാണ്. അത് കറണ്ട് നശിപ്പിക്കുക, അത് ഉപയോഗശൂന്യമാക്കുക. അതിരിക്കുന്ന സ്ഥലവും അത് കാണുന്ന വസ്തുവകളെയും ഉപയോഗശൂന്യമാക്കുക എന്നുള്ളതാണ് പാറ്റയുടെ പരിപാടി. അത് തന്നെയാണ് പാറ്റ പാർട്ടി ഇന്ത്യക്കിട്ടും ഭാരത മാതാവിനിട്ടും ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയെ നശിപ്പിക്കുക, ഉപയോഗശൂന്യമാക്കുക. ഇപ്പൊ നമ്മുടെ പാന്റോ ഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം പാറ്റ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തെ മുഴുവൻ കറണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം, ഒരു നശീകരണ പ്രസ്ഥാനം. അപ്പൊ അതിനെതിരെ ഹിറ്റ് പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാർട്ടിയോട് ദയൊന്നും കാണിക്കാറില്ല. അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു വഴിയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഗവൺമെന്റും ചെയ്യേണ്ടത്. ഗവൺമെന്റ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊക്കെ രസം, 10-30 വർഷമായിട്ട് ദേശീയവാദികളെ ചാണകം, ഗോമൂത്രം എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ സ്വയം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പാറ്റയായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനതില് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു പാറ്റയോട് പറഞ്ഞു, നീ പാറ്റയാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒന്നും ഇടണ്ട, നീയും നിന്റെ അപ്പനും വല്യപ്പനും എല്ലാം പാറ്റയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നീ ഇപ്പൊ ഏതായാലും ഇത് ഫേസ്ബുക്കിൽ പാർട്ടിയാണെന്ന് പറയാൻ സമ്മതിച്ചതിൽ വലിയ സന്തോഷം. ഞങ്ങളെയൊക്കെ ഇനിയെങ്കിലും അധിക്ഷേപിക്കുന്നത്, ദേശീയവാദികളെ അധിക്ഷേപിക്കുന്നത് നിർത്തുക. സ്വയം പാർട്ടിയാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ആരാ ഈ പാർട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാര്? നമ്മൾ ആഗോള വ്യാപകമായിട്ട് നോക്കിയാൽ പാകിസ്ഥാൻ പന്നികളാണ് പാർട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. ആഗോള വ്യാപകമായിട്ട് ഇതിന് കിട്ടുന്ന സപ്പോർട്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ജിഹാദികളും പന്നികളും ഒക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പാർട്ടിയെ പുറത്തിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ഇവിടെ വന്ന് സമരം നടത്താൻ പറ്റാത്തതിൽ സങ്കടം, ഗവൺമെന്റ് അതിർത്തി അടച്ചതിൽ സങ്കടം. എന്ത് ഉദ്ദേശമാണെന്ന് ഓർത്തോണം. അപ്പൊ ഈ നമ്മുടെ രാജ്യം കഴിഞ്ഞ 12 വർഷം കൊണ്ട് 120 വർഷത്തെ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് എല്ലാ മേഖലയിലും. അപ്പൊ അതില് ഈ കഴിഞ്ഞ 80 വർഷം കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ബ്രിട്ടീഷുകാരന്റെ ഭരണം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് മുഗളന്റെ ഭരണം ഉണ്ടായിരുന്നു. അപ്പൊ 3 വിദേശ ശക്തികൾ, മുഗളൻ, ബ്രിട്ടീഷ് ഇവാഞ്ചലിസ്റ്റ്, കോൺഗ്രസ് ജിഹാദി, അങ്ങനെ 3 വിദേശ ശക്തികളുടെ ഭരണം കഴിഞ്ഞാണ് ദേശീയവാദികളുടെ കയ്യിൽ 2014 ഭരണം കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുരോഗതി കൈവരിച്ചതോടുകൂടി ഈ വിദേശ ശക്തികളെല്ലാം അസ്വസ്ഥരാണ്. ഞങ്ങളില്ലാതെ എങ്ങനെ ഹിന്ദുസ്ഥാൻ മുന്നേറുന്നു, ഞങ്ങളെ ഇല്ലാതെ എങ്ങനെ ഹിന്ദു മുന്നേറുന്നു, അപ്പൊ അതിനെ തടയണം. ഇത്രയും നാളും വേറെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവർ സമരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. 370-35, CAA, NRC, അഗ്നിവീർ, വന്ദേ ഭാരത് ട്രെയിന്, അങ്ങനെയുള്ള പല കേസുകൾക്കെതിരെ ഇവർ സമരം നടത്തി, കല്ലെറിഞ്ഞും ഒക്കെ നടത്തി. അതെല്ലാം പൊളിഞ്ഞു. അപ്പോഴെല്ലാം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ അവർ പറയുകയാണ് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ അലയൻസിലെ എല്ലാ ഘടകകക്ഷികളും, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇവാഞ്ചലിസ്റ്റ്, കേരള കോൺഗ്രസ്, DMK, ആം ആദ്മി, നക്സൽ, സിറ്റി നക്സൽ, പ്രോസ്റ്റിറ്റ്യൂട്ട്, തേർഡ് ഫ്രണ്ട് എല്ലാവരും പറയുന്നു രാജ്യത്തെ കരണ്ട് നശിപ്പിക്കണം. എന്താ കാര്യം? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു.
രാജ്യത്ത് കഴിഞ്ഞ 80 വർഷത്തിന്റെ ഇടയിൽ ചോരാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു? കൃത്യമായി നടന്ന പരീക്ഷകൾ ഉണ്ടായിരുന്നു? ഇല്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷ വന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ MBBSകാരെ പ്രവേശിപ്പിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് 2015-ലാണ്. മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നീറ്റ് പരീക്ഷ പൂർണ്ണമായും കൊണ്ടുവന്ന് മെറിറ്റിൽ വന്നത്. ഇനി അതില് കോച്ചിങ് സെന്ററുകാർ, ഇതിനകത്ത് പല പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് നശിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മാത്രമല്ല ഇതിന് മുമ്പിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ അഡ്മിഷൻ ലോബിക്ക് ഇത് നശിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകില് ലീക്ക് ചെയ്യുന്നതിന്റെ പുറകിൽ പല ആൾക്കാരുണ്ട്. അത് ഗവൺമെന്റ് നടപടിയെടുക്കും, അതിനുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും, അത് വീണ്ടും സ്ട്രിക്റ്റ് ആക്കും. അത്രേ അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് യൂണിവേഴ്സിറ്റിയുടെയോ കോളേജിന്റെയോ അല്ലെങ്കിൽ മത്സര പരീക്ഷയുടെയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് അതിന് ഒരു അർപ്പണ മനോഭാവത്തോടെ ഇത് നന്നാക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഉദ്ദേശം ഇത് നന്നാകുക എന്നുള്ളതല്ല, നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. നന്നാക്കാനായിരുന്നെങ്കിൽ അതിന് സഹായകരമായ നിർദ്ദേശങ്ങളായിരുന്നു വെക്കേണ്ടിയിരുന്നത്. നീറ്റിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല, സനാതനത്തെ നശിപ്പിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നീറ്റ് അല്ല യഥാർത്ഥ ലക്ഷ്യം. യഥാർത്ഥ ലക്ഷ്യം സനാതനത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. DMK അത് കഴിഞ്ഞ 10 വർഷമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നീറ്റ് പാടില്ല, സനാതനം പാടില്ല. ഇപ്പൊ നീറ്റിനെ നശിപ്പിക്കണമെന്ന്, നീറ്റ് ഇല്ലാണ്ടാക്കണമെന്നുള്ളവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സനാതനം ഇല്ലാണ്ടാക്കണമെന്ന് തന്നെയാണ്. ഹിന്ദുത്വത്തെയും ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കണമെന്ന് തന്നെയാണ്. അമ്പലങ്ങളെ, ആചാരങ്ങളെ ഇല്ലാണ്ടാക്കണമെന്ന് തന്നെയാണ്. അല്ലാണ്ട് നീറ്റിനൊരു ഇവർക്ക് പറയാനൊരു ന്യായം മാത്രമേ ഉള്ളൂ, ഒരു തൊടുന്യായം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഉദ്ദേശം രാജ്യത്തെയും സനാതനത്തെയും നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പാറ്റാളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വന്ദേ ഭാരതം ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ആ വന്ദേ ഭാരതം ട്രെയിനിട്ട് ഇപ്പോഴും ഏറ് കിട്ടുന്നുണ്ട്. എന്താ പ്രശ്നം? പാറ്റകൾ കൂടുന്നു, പന്നികൾ കൂടുന്നു. ഇതൊക്കെയാണ് അതിന് ഏറ് കിട്ടാനുള്ള കാരണം. അപ്പൊ പന്നി വേഷം മാറി പാറ്റയായിട്ട് വന്നാലും, കുഞ്ഞാട് വേഷം മാറി പാറ്റയായിട്ട് വന്നാലും തിരിച്ചറിയാനുള്ള ശക്തിയും ബോധവും ഒക്കെ ഈ രാജ്യത്തിനുണ്ട്. ഇപ്പൊ ഒത്തിരി കുഞ്ഞാടുകൾ വേഷം മാറിയിട്ടുണ്ട് പാറ്റയായിട്ട്, നിരാശരായ കുഞ്ഞാടുകൾ. ഇവിടെ കുഞ്ഞാട് രാജ്യം വരും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന കുഞ്ഞാടുകളൊക്കെ ഇപ്പൊ പാറ്റയായി പന്നിയുടെ കൂടെ കൂടി, എന്നിട്ട് പാറ്റ അഭിനയമാണ്. ഇതൊന്നും നടക്കത്തില്ല. കാരണം ഈ രാജ്യത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാവരും വോട്ട് ചെയ്ത് തന്നെയാണ് ഇതിനു മുമ്പിലുള്ളവർ ജയിച്ചത്, ഇപ്പോൾ ഉള്ളവരും ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് പാറ്റ പാകിസ്ഥാന്റെയും ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും അമേരിക്കയുടെയും ഒക്കെ കൂടി പാറ്റയായിട്ട് അഭിനയിച്ച് ഈ രാജ്യത്തെ നശിപ്പിക്കാം, ഇവിടെ കലാപം ഉണ്ടാക്കാം എന്നൊന്നും നടക്കിയാൽ അത് നടക്കില്ല. ഗവൺമെന്റ് അതിനെ തടയാൻ മാത്രം പര്യാപ്തമാണ്. ഈ ഇന്ത്യയുടെ ഫോഴ്സസിന് പാറ്റകളെയൊക്കെ ഹിറ്റടിച്ച് തീർക്കാനുള്ള ശക്തിയുണ്ട്. ഇതിലും വലിയ ശക്തി ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. 2014 മോഡിജി അധികാരത്തിൽ വരുമ്പോൾ 1/3 ഭാഗം രാജ്യം നക്സലുകളുടെ കയ്യിലായിരുന്നു. ഇപ്പോ അതില്ല, നക്സല് തീർന്നു. 1/3 ഭാഗം ജിഹാദികളുടെ കയ്യിലായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ബംഗ്ലാദേശിയും ജിഹാദിയും കാശ്മീരും ആസാമും ബംഗാളും എല്ലാം പോയി. അതുകൊണ്ട് ഇനി ജിഹാദിക്കും നക്സലിനും പറ്റാത്ത കാര്യം പാറ്റയായിട്ട് അഭിനയിച്ച് ചെയ്യാമെന്നാണ് ഇന്ത്യ അലയൻസുകാർ വിചാരിക്കുന്നെങ്കിൽ അതും നടക്കില്ല. അതുകൊണ്ട് ആ പാറ്റ കളിയെ സംബന്ധിച്ച് കേരളത്തിലെ മീഡിയകൾ പല കള്ളത്തരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചു. പാറ്റ ഭയങ്കര സംഭവമാണ്, പാറ്റ ഇതാ വരുന്നു, ഇന്ത്യ കീഴടക്കുന്നു എന്നെല്ലാം പറഞ്ഞു. പാറ്റ വന്നപ്പം കൂടെ കൂടാൻ ആളില്ല. ഇന്ത്യയിലെ ജൻസി എന്ന് പറയുന്നത് പുരോഗതിയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്നവരും സ്വന്തം കുടുംബത്തെയും പേരൻസിനെയും ആ കമ്മ്യൂണിറ്റിയൊക്കെ ബഹുമാനിക്കുന്നവരാണ്. അവര് സിസ്റ്റം അട്ടിമറിക്കാനുള്ളവരല്ല. പിന്നെ പാറ്റക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? ഗാന്ധിസം 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 ഗാന്ധിസം. ഇപ്പൊ ഗാന്ധിസം പോയോ? പാറ്റ കക്ഷികളോട്, കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും കേരള കോൺഗ്രസിനോടും തേർഡ് ഫ്രണ്ടിനോടും എല്ലാവരോടും ചോദിക്കാനുള്ളൂ, എന്തിയാ നിങ്ങളുടെ ഗാന്ധിസം എന്താ നിങ്ങൾ കളഞ്ഞത്? നോൺ വയലൻസ് ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രമാണം. ഇപ്പൊ എങ്ങനെയാ പെട്ടെന്ന് കരണ്ട് തിന്നുന്നതായത്? കരണ്ട് തിന്നുന്നത് വയലൻസ് ആണ്, നോൺ വയലൻസ് അല്ല. കരണ്ട് തിന്നുന്ന പാറ്റ പരിപാടി, അക്രമം, ജിഹാദ്, ഇൻകിലാബ്, ഇതെല്ലാം വയലൻസ് ആണ്. അപ്പൊ ഗാന്ധിയെ ഉപേക്ഷിച്ചോ നിങ്ങൾ? അപ്പൊ അതാദ്യം പറ, ഗാന്ധിയെ ഞങ്ങൾ ഉപേക്ഷിച്ചു, ഗാന്ധിസം തെറ്റായിരുന്നു എന്നുള്ള കാര്യം പറ. ഇത് സുഭാഷ് ചന്ദ്രബോസ് പണ്ടേ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാരോട് യുദ്ധത്തിൽ കൂടെയാണ് നമ്മൾ അവരെ ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഗാന്ധിസം മതിയായിരുന്നു എല്ലാവർക്കും. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഗാന്ധിസം മതിയായിരുന്നു. അതായത് ഇവിടെ എല്ലാവരും ഗാന്ധിയെ പ്രൊമോഷൻ ആയിരുന്നു. കഴിഞ്ഞ 80 വർഷം ഗാന്ധിയെ പ്രൊമോട്ട് ചെയ്യായിരുന്നു. ഗാന്ധിസം. ഇപ്പൊ ഗാന്ധിസം വേണ്ട. പാറ്റ പറയുന്നത് വിപ്ലവം വേണം, കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങണം. കേജു പറയുന്നു തെരുവിലേക്ക് ഇറങ്ങണം, പപ്പുഖാൻ പറയുന്നു തെരുവിലേക്ക് ഇറങ്ങണം, കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു തെരുവിലേക്ക് ഇറങ്ങണം, മീഡിയക്കാർ പറയുന്നു തെരുവിലേക്ക് ഇറങ്ങണം. ഇന്ത്യ അലയൻസിന്റെ എല്ലാ കമ്പോണൻസും, നിക്കറിൽ തൂറാൻ ശേഷിയില്ലാത്ത കുഞ്ഞാട് വരെ പറയുന്നു തെരുവിലേക്ക് ഇറങ്ങണം. ആര് തെരുവിലേക്ക് ഇറങ്ങണം?
അപ്പൊ ഗാന്ധിസം എല്ലാം കളഞ്ഞോ? തെരുവിലിറങ്ങി വിപ്ലവം മതിയോ? ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെതിരെ ഗാന്ധി പ്രയോഗിച്ച തന്ത്രം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പാരയായി, ഇന്ത്യ അലയൻസിന് തന്നെ പാരയായി. അപ്പൊ അതുകൊണ്ട് വിപ്ലവം നടത്താൻ തെരുവിലേക്ക് ഇറങ്ങാൻ ഇന്ത്യ അലയൻസ് പറഞ്ഞിട്ട് ഇപ്പൊ പിള്ളേർ വരുന്നില്ല. കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് തെരുവിൽ പിള്ളേരെ ഇറക്കാനായിരുന്നു ശ്രമം. പക്ഷെ പിള്ളേർ വരുന്നില്ല. പിള്ളേർക്ക് മനസ്സിലായി, ഇന്ത്യയിലെ പിള്ളേർക്ക് മനസ്സിലായി, ഇവരെ തെരുവിലേക്ക് ഇറക്കുന്നത് ഇവരെ ഇല്ലായ്മ ചെയ്യാനാണ്. പാറ്റ നശിക്കുന്ന പോലെ നശിക്കും, സ്വയം നശിക്കാനുള്ളതല്ല. ഭാവിയുണ്ട് കുട്ടികൾക്ക്, കുടുംബത്തിന് ഭാവിയുണ്ട്, രാഷ്ട്രത്തിന് ഭാവിയുണ്ട്. അതുകൊണ്ട് പാറ്റ കളി അപകടകരമാണെന്ന് ഇന്ത്യയിലെ യുവാക്കൾക്ക് മനസ്സിലായി. ഇപ്പൊ ഗാന്ധിസം എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമുള്ളപ്പം പമ്മി ഇരിക്കാനും ഇവർക്ക് ആവശ്യമില്ലാത്തപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വിപ്ലവം കൊണ്ടുവരാനുമുള്ള ഒരു ടക്കിയ അടവായിരുന്നു. ഇപ്പൊ പാറ്റ കളിയോടുകൂടി ഇന്ത്യയിൽ പൊളിഞ്ഞു പോയത് ഗാന്ധിസമാണ്, വ്യാജ ഗാന്ധിസം. ഇപ്പൊ കുട്ടികൾക്ക് ഗാന്ധിസം വേണ്ട എന്നാണ് ഇന്ത്യ അലയൻസുകാർ പറയുന്നത്. ജനങ്ങളിത് മനസ്സിലാക്കുക. പാറ്റയുടെ അപകടം എന്താണ്, പാറ്റയുടെ പുറകിലിരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, പാറ്റയായിട്ട് വേഷം മാറി ഇന്ത്യ അലയൻസുകാരുടെ ഉദ്ദേശം എന്താണ്. രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പാറ്റയെ ഇല്ലാണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പാറ്റയെ ഇല്ലാണ്ടാക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കും. ജനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക, പാറ്റയെ ഇല്ലാണ്ടാക്കുക. യെസ്, എന്തായാലും CJP രാജ്യത്തിന് നൽകുന്ന സന്ദേശം പോസിറ്റീവായ ഒന്നല്ല, വളരെ വളരെ നെഗറ്റീവായ രീതിയിൽ യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു. അതുവഴി രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CJPയുടെ ഒരു ശ്രമം പോലും. തുടക്കത്തിൽ സാർ പറഞ്ഞതുപോലെ 12 വർഷത്തോളമുള്ള പ്ലാനിങ്ങിനൊടുവിലാണ് CJP ഇപ്പോൾ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തോന്നിയ ഒരു ഐഡിയയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആവേശം കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന ഒരു സംഘടനയോ ഒരു സിസ്റ്റമോ അല്ല CJPയുടേത്. അവർക്ക് പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട്, വ്യക്തമായ പ്ലാനിങ്ങുകളുണ്ട്. അവിടെയാണ് സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ജെൻസി കുട്ടികൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടി നമുക്ക് ലഭിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.